ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വലിയ ഉള്ളി കട്ടാക്കി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിന എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കറിവേപ്പില, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ടെടുക്കണേ. ഇഞ്ചി ഇട്ടെടുക്കും കേട്ടോ. പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചതക്കണില്ല, പച്ചമുളക് സെപ്പറേറ്റ് ചതക്കാൻ വെച്ചിട്ടാട്ടോ. കാരണം കുട്ടികൾക്ക് ഇതൊന്നും എടുക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് എരിവ് കൂടി പോയിച്ചിട്ടാണ്. അതുകൊണ്ട് പച്ചമുളക് അതിലിടുന്നുണ്ട് കേട്ടോ. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ട് എല്ലതും. ഇനി നമുക്ക് നമ്മുടെ പുറത്തടുപ്പിൽ പോയി ഉണ്ടാക്കാം കേട്ടോ. അടുപ്പ് കത്തിക്കാനായിട്ട് പോവാണ്. കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതാ ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഓയിൽ വെച്ചെടുക്കണ്ട. നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടെടുക്കണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതാ നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും പുതിനയും പച്ചമുളകും എല്ലാം കൂടി പേസ്റ്റാക്കി വെച്ചത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എരിവിന് നമ്മൾ പച്ചമുളകല്ലേ ചേർത്തത്, ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് എൻ്റെ സ്റ്റൈലുള്ള ഗ്രീൻ ചിക്കൻ കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ വേറെ മോഡലാവും. ഇത് ഗ്രീൻ ചിക്കൻ ആണോ എന്നൊക്കെ ചോദിക്കും, പക്ഷെ ഇത് എൻ്റെ മോഡല് ഉള്ളൊരു ഗ്രീൻ ചിക്കനാണ്, തെറ്റിദ്ധരിക്കരുത്. ഓടി വീഴരുത് ടുണ്ണിയെ, ഓടി വീഴരുത്. ഇപ്പം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണേ. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആകെ കുരുമുളക് പൊടിയും പച്ചമുളകാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ മസാല ഒന്നും ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ തന്നെ വീട്ടിൽ വറുത്ത് പൊടിച്ചതാട്ടോ. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാല ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലായിട്ട് എടുക്കണേ, കാരണം മൊത്തത്തിൽ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കുറച്ചൊരു വരണ്ട ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ.
നിങ്ങൾക്ക് മൊത്തം ഗ്രേവിയൊക്കെ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇതും വറ്റിയിട്ടുണ്ട്, എന്നാലും കുറച്ചൊരു പെരണ്ട ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പം ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു പോയി, ഇതിൻ്റെ മണം അടിച്ചിട്ട് അടിപൊളിയാട്ടോ. മണം സൂപ്പർ സ്മെല്ലാണ് നമുക്ക് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.